ഹേ ഗൈസ്, ഇന്ന് ജൂലൈ 26 സമയം 9:30 മണി കഴിഞ്ഞു. ഇന്നത്തെ ക്ലൈമറ്റ് എന്തോ ഒരു സുഖമില്ലാത്ത ക്ലൈമറ്റ്. നല്ല ഹ്യൂമിഡിറ്റിയും ഉണ്ട്. ഒരു കുടയെടുത്ത് നേരെ ഷോപ്പിലേക്ക് നടന്നു. ഗൈസ്, ഈ കാണുന്ന ഷർട്ട് അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? ഇത് ടെമൂന്ന് വാങ്ങിയതാണ്. ഇതിന്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാമോ? കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് തണലുണ്ട് ഈ സൈഡിൽ. ടോട്ടലി മൊത്തത്തിൽ ഭയങ്കര ചൂടാകും. ഷോപ്പിലെത്തുമ്പോഴത്തേക്ക് ഫുള്ള് വേർക്കും. പിന്നെ പനിയൻ അവിടെ കഴിച്ചിട്ട അവസ്ഥയാണ്. എന്താല്ലേ, കട തുറന്നപ്പോൾ തലബാത്തിൻ്റെ ഒരു കസ്റ്റമർ വന്നു. മൂപ്പർക്ക് വില കുറഞ്ഞ ഒരു ഹെഡ്സെറ്റ് വേണം. അങ്ങനെ വില കുറഞ്ഞ നോക്കി വന്ന് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഐഫോൺ 7 ഒരു കസ്റ്റമർ വന്നു. അത് തീരെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അത് അയച്ചു നോക്കിയപ്പോൾ ഫോൺ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് താഴെ വീണപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ ഇളകിയാനാവാനാണ് സാധ്യത. അങ്ങനെ അത് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് നമ്മളെ കാണാൻ വന്നിരുന്നു. സമയമാണെങ്കിൽ 12:30 കഴിഞ്ഞിരുന്നു. ഇന്നാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെ അവരെയും കൂട്ടി നേരെ കറാമയുള്ള വൈഡ് റേഞ്ചിലേക്ക് പോയി. വിശന്ന് കുടല് കരിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ വലിയ 2 കിതാബാണ് അവർ കൊണ്ടുവന്നത്. എന്താണ് കഴിക്കേണ്ടതെന്ന കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് വേട്ടർ തീപ്പാർന്ന ചിക്കനുമായി അവിടെ നിന്ന് ഓടുന്നത്. എന്നാൽ പിന്നെ അങ്ങനത്തെ 2 ചട്ടി പോരട്ടെ എന്ന് വെൽക്കം ഡ്രിങ്ക് വന്ന് അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാമോൻ ഒരു കയ്യിൽ തീയും മറ്റൊരു കയ്യിൽ ഒരു പ്ലേറ്റ് നെയ്പത്തിരിയുമായി വെയിറ്റർ വന്നു. വിശന്ന് കത്തിയ വേറിലേക്ക് തീക്കത്തുന്ന ചിക്കൻ കറിയും ഒരു ചട്ടി ബീഫും ഒരു പ്ലേറ്റ് നെയ്പത്തിരിയും വല്ലാത്ത ജാതി. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് തീപ്പാറുന്ന ചിക്കൻ കറിയും കുറച്ച് ബീഫ് കറിയും നല്ല ഒരു നെയ്പത്തിരിയും എടുത്ത് യുദ്ധം അങ്ങ് തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് വിശേഷങ്ങൾ പങ്കിട്ട് അവർ തിരിച്ചുപോയി. തിരിച്ച് റൂമിലേക്ക് പോരുന്ന വഴി ഒരു പ്രാവ് അനങ്ങാനും പറക്കാനും വഴിയാതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് അതിന് കൊടുത്തു. കറാമയിൽ നിന്നും ബർദുബയിലേക്ക് 2 കിലോമീറ്റർ നടന്നപ്പോൾ നല്ല ദാഹം. അങ്ങനെ ഒരു വാട്ടർമെലൺ ജ്യൂസുമായി കുടിച്ചു. ഇന്ന് കുറച്ച് ഡ്രസ്സുകൾ വാഷ് ചെയ്യാണ്ട് ഒരു വാഷിംഗ് പൗഡറും വാങ്ങി റൂമിലേക്ക് കടന്നു. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.